ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് സെപ്റ്റംബർ മാസത്തെ ഫലമാണ് പറയുന്നത്. സെപ്റ്റംബർ മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ പകുതിയും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ കന്നി രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു, 6 അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ശനി, 7 ഭാവത്തിൽ രാഹു, 9 ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ ഉചിതപരമായി നിൽക്കുന്ന ഇഷ്ടസ്ഥാനം നിൽക്കുന്ന വ്യാഴം, 10 ചൊവ്വ വളരെ നല്ലതാണ്. 10 ചാരവസാൻ 10 11 വരുന്നതാണ് ഉച്ച എങ്കിൽ 10 നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. 11 വ്യാഴം നിൽക്കുന്നത് അതീവ ശ്രേഷ്ഠകരമാണ്. 12 സൂര്യൻ നിൽക്കുന്നതും അത് വലിയ ദോഷത്തെ കൽപ്പിക്കുന്നില്ല. ചാരവസാൽ ഇഷ്ടസ്ഥാനം അല്ലെങ്കിലും കൂടിയിട്ട്. എന്നിരുന്നാൽ ഇവർക്ക് വളരെ മേൽക്കോയ്മകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കാണുന്നില്ല. ഭാഗ്യവർദ്ധനവുണ്ടാവും. ഭാഗ്യവശത്താൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ധനപുഷ്ടിയും മംഗളകർമ്മങ്ങളും സന്താനങ്ങൾക്ക് ഐശ്വര്യം, അഭിവൃദ്ധിയും വസ്തുക്കളുടെ ലാഭങ്ങളും ആഭരണ ലാഭങ്ങളും ക്ഷേത്ര നിർമ്മാണങ്ങളും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അതിൽ വിജയകാര്യം സാധിക്കും. ജനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനുള്ള സാധ്യതയും ആരോഗ്യപുഷ്ടിയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിൽ വിജയസാധ്യത കൈവരിക്കാനുള്ള സാധ്യതയും അലോപ്പതി ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആയുർവേദ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിജയകാര്യത സാധിക്കുവാനും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അതിൽ വിജയസാധ്യത കൈവരിക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അതിപുരോഗതപരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അവരവരുടെ കഴിവ് തെളിയിക്കുവാനും അവരുടെ പ്രശസ്തിയും അംഗീകാരങ്ങൾ കൂടുതൽ കിട്ടുവാനും സാലറി വർധനവ് കിട്ടുവാനും സ്ഥാനമാന പദവികൾ കിട്ടുവാനും സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുവാനും ഭാഗ്യവശത്താൽ ധനം വന്ന് ചേരുവാനും ഭാഗ്യ പരീക്ഷണത്തിലൂടെ വന്നിട്ട് യഥേഷ്ടം ധനലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതയും ഉചിതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവനവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉചിതപരം നടക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുകയും മംഗളാദി കർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കർമ്മരംഗത്ത് പുരോഗതിയും പുതിയ ബിസിനസ്സിനെ പറ്റി അന്വേഷിക്കുകയും പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയും അതിൽ വിജയസാധ്യത കൈവരിക്കുകയും ഒന്നിലധികം ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് അതിൽ വിജയസാധ്യത വരുവാനുള്ള സാധ്യതയും കർമ്മ മേഖല പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകാനും കർമ്മ പുരോഗതികൾ മൂലം സൗഭാഗ്യവും ഐശ്വര്യ അഭിവൃദ്ധിയും കുടുംബത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ധനത്തിൽ കുടുംബാംഗങ്ങൾക്കും സന്താനങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാവും. ഇണങ്ങി പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഒന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള സ്ഥിതികളുണ്ടാവും. അതുപോലെ തന്നെ കുടുംബ സ്വത്തുക്കളെല്ലാം കിട്ടുവാനുണ്ട്. ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഷെയറുകൾ കിട്ടുവാൻ ഈ നക്ഷത്രത്തിൽ പെട്ടിരിക്കുന്നവർക്ക് ഷെയറുകൾ കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഹൈ ലെവലിൽ തന്നെ പ്രൊമോഷൻ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും അതീവ ശ്രേഷ്ഠ സംബന്ധമായിട്ടുള്ളത് ഭാഗ്യകടാക്ഷങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അലോപ്പതി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ സക്സസ് ആയിട്ടുള്ള സർജറികളും മറ്റുള്ളതെല്ലാം ചെയ്ത് അവരുടെ പേരും പ്രശസ്തിയും പുകഴും വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയും വൻ ഗവേഷണ മേഖലയിൽ പ്രവർത്തിച്ച് അതിൽ അവരുടെ കഴിവ് തെളിയിച്ച് അംഗീകാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ സേനാധിപത്യം വഹിക്കുന്നതായിട്ടുള്ള ജവാന്മാരാണെങ്കിലും പോലീസ് മേലാധിപരാണെങ്കിലും അതുപോലെ നാവികസേന, കരസേന, വ്യോമസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവരവർ അർഹിക്കുന്ന പാരിതോഷികങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും മനസ്സിന് സംതൃപ്തി നൽകുവാനുള്ള സാധ്യതയും ആരോഗ്യപുഷ്ടിയും ദേഹപുഷ്ടിയും ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള സംരക്ഷണം കാത്തു സൂക്ഷിക്കുവാൻ പൊതുവെ ശ്രദ്ധിക്കും. നല്ല ഭക്ഷണം കിട്ടുവാനും വസ്ത്രം വാങ്ങിക്കുവാനുള്ള സാധ്യത. വസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ സ്വർണ്ണാഭരണ മേഖല, ഖനന മേഖല, രക്തസംബന്ധമായിട്ടുള്ള മേഖലയിൽ ബിസിനസ് എടുക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ മാസത്തിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. കാരണം കന്നി രാശിക്കാർക്ക് ഗ്രഹസ്ഥിതി അങ്ങനെ കിടക്കുന്നത്, അതായത് കന്യരാശിക്കാർക്ക് ഗ്രഹസ്ഥിതി അങ്ങനെ കിടക്കുന്നത്, അത് കാരണം കൊണ്ടാണ് ഇത്രയും പ്രലോഭനപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ പറഞ്ഞു തരുവാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എപ്പോഴെങ്കിലേക്ക് ഒരു സമയത്തേക്ക് ഇങ്ങനെ ചാരവസാൽ ഇങ്ങനെ കിട്ടുവാനുള്ള സാധ്യതയുള്ളൂ. അത് കാരണം തന്നെ ജാതകത്തിൽ അതുപോലെ തന്നെ ഉഗ്രഫലമാണ് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ, അതായത് ദശാകാലം കൂടി അനുകൂലപരമാണെങ്കിലും അനുകൂലപരമായിട്ട് വേണ്ട മിതസംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഈ അനുഭവങ്ങൾ വന്നു ചേരും. പക്ഷേ കഠിനപരമായിട്ടുള്ള ദോഷങ്ങളാണ് ജാതകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഫലം അനുഭവത്തിൽ വരുവാൻ ഇത്തിരി താമസമുണ്ടാകും. പക്ഷെ എന്താ വെച്ച് പറഞ്ഞാൽ ദോഷകരമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ജാതകം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചാരവസാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചൊരു ആശ്വാസമാണ്. അതായത് ചുട്ടുനീറിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരഭാഗത്തിന് ഓയിൽമെൻറ്റ് തേച്ച് കൊടുത്തു കഴിഞ്ഞ് ഒരു ആശ്വാസം കിട്ടുക, പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാണ് വേദന ശമനം കിട്ടുക എന്നുള്ള മാതിരിയാണ് ഈ സംഭവം. അതായത് ഈ ചാരവസാനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ജാതകത്തിലുള്ള ദോഷഫലങ്ങളിനെ കുറച്ചൊരു ആശ്വാസം കിട്ടും. അതേ സമയത്ത് ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ, നല്ല ടോപ്പ് സമയമാണെങ്കിൽ ടോപ്പായിട്ട് തന്നെ എത്തിച്ചേരുവാനുള്ള സാധ്യത തീർച്ചയായും 100% സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അത് കാരണം ഭാഗ്യവാദം ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കൃത്യമാണെങ്കിൽ കറക്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതിന് മുന്നത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സംശയപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിപരീതപരമായിട്ടും അല്ലെങ്കിൽ അനുകൂലപരമായിട്ട് എല്ലാതെയും ഞാൻ പറഞ്ഞിരിക്കുന്ന ഇതിന് കാരണത്തിന് വിചിത്രമായിട്ടുള്ള അനുഭവങ്ങളാണ് നടന്നിരിക്കുന്നുണ്ടെങ്കിൽ സംശയം തീർക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്, ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്, ദോഷവശങ്ങൾ മനസ്സിലാക്കി കഴിയുന്നതാണ്. ചിലവർക്ക് ജാതകം നല്ലതാണെങ്കിലും പ്രവർത്തനരഹിതമായി ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണം. അതിന് പലവിധ മാർഗങ്ങളുണ്ട്. അത് കാരണം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളവർക്ക് സ്വർണ്ണാമേല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ കൈവരിക്കുവാനും ബിസിനസ്സിൽ വർധനവുണ്ടാവാനും ഭാഗ്യരാഷ്ട്രങ്ങൾ കിട്ടുവാനുമുള്ള സാധ്യതകളുണ്ട്. ഈ രാശിക്കാർക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ എണ്ണി പറയാനുള്ളതില്ല. ആകെ ഇപ്പോൾ മൻസൂർ മെമ്പർ അത് കഴിഞ്ഞ് ഇപ്പോൾ ഓണം മെമ്പറെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഓണം മെമ്പറുകളെല്ലാം അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളൊക്കെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ജാതകത്തിൽ ഉന്നതപരമായിട്ടുള്ള ദശാകാലങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുന്നില്ല, ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, സെക്കൻഡ് പ്രൈസ് കിട്ടാൻ, തേർഡ് പ്രൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മേഖലകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പറയണത്. ഇത് 10-30 വർഷത്തിൽ അല്ലെങ്കിൽ 10-12 വർഷത്തിൽ കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഭാഗ്യം കയ്യിലെടുത്ത് മുതലാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിട്ടാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ തീർച്ചയായിട്ടും കുടുംബത്തിൽ നടക്കുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള സമയമാണ്. കലാകായികമാര, എഴുത്തുകുത്ത് പരീക്ഷകൾ, റൈറ്റർമാർ, സിനിമാ സംവിധായകന്മാർ, അതുപോലെ തന്നെ സിനിമാ റൈറ്റർമാർ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസർമാർക്കെല്ലാം വൻ ലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അവരെടുക്കുന്ന സിനിമകളുടെ വൻ വിജയങ്ങളുണ്ട്. അതുപോലെ ഈ നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്ന പുതുമുഖങ്ങൾക്കെല്ലാം അവസരങ്ങൾ തേടുകയാണെങ്കിൽ ഇപ്പോൾ അവരൊന്ന് ആഞ്ഞു ശ്രമിക്കുകയാണെങ്കിൽ ഉചിതപരമായിട്ട് അവർ കയറി വരുവാനുള്ള സമയമാണ് കാണുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അവരവർ അർഹിക്കുന്ന ചെറിയ സ്ഥാനങ്ങളായിരിക്കും ഉള്ളത്. കഴിവ്, പാരമ്പര്യം, സീനിയാരിറ്റി എല്ലാം കുറവായിരിക്കും. എന്നിരുന്നാലും അവർ കയറി വരാനുള്ള സാധ്യത ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. അവന് ശ്രദ്ധിക്കപ്പെടും. അവരുടെ സമയം ഇപ്പോൾ അങ്ങനെയാണ്. അത് കാരണം കൊണ്ട് അവർ ശ്രദ്ധിക്കപ്പെട്ടു പോകും, സ്ഥാനമാനം അതിൽ കിട്ടും, ബഹുമാനിക്കപ്പെടും. അവർ പറയുന്ന വാക്കുകളെല്ലാം അച്ചട്ടായിട്ട് ഫലിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഗുണകരമായിട്ടാണ്. ഇതിലും വന്നിട്ട് ഗുണകരമായിട്ടുള്ള സമയങ്ങളെന്ന് വെച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് 15, 16, 17, 18, 19 ഭാഗ്യ ദിവസങ്ങളും ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ളതും ശുഭകാര്യങ്ങൾ നടത്തുവാനുള്ള സമയമാണ്. അത് വിട്ടുകഴിഞ്ഞ് പറഞ്ഞാൽ 24, 25, 26, 27, 28, 29, 30 എന്നീ ദിവസങ്ങളിലും വളരെ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ് കാണുന്നത്. അത് വിട്ടുകഴിഞ്ഞ് പറഞ്ഞാൽ ദോഷ സമയമുണ്ട്. 20, 21, 22, 23 ഈ 4 ദിവസം ദോഷ സമയമാണ്. ആ സമയങ്ങളിലെല്ലാം ഗുണസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ശുഭകാര്യ സംബന്ധമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് രാശിയുടെ അഷ്ടമരാശിക്കൂറാണ്. കന്നി രാശിയുടെ അഷ്ടമരാശിക്കൂറ് പറഞ്ഞാൽ മേടൻ രാശിയിൽപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് 20 തൊട്ടിട്ട്
23 വരെ വരാനുള്ള ആ ഒരു തീയതി നക്ഷത്രങ്ങൾ പറയുന്നത്. ആ സമയങ്ങളിൽ ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഉചിതപരമായിട്ടുള്ള ഫലം തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.